നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഗവി എന്നൊരു തമിഴ് മൂവിയെക്കുറിച്ചാണ്. ഈ മൂവി ശരിക്കും ഒരു ഇന്ത്യൻ മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറൊന്നുമല്ല, ഈ മൂവി ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആളുകളെ എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മൂവിയാണ്. ഈ മൂവി കാണേണ്ടത് എല്ലാ ഇന്ത്യക്കാരുടെയും ഒരു അത്യാവശ്യമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത് നമ്മുടെ നാട്ടിൽ ചെറിയ ഒരു വീട്ടിലേക്ക് പോകാൻ പോലും ചെറിയ റോഡുകൾ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. പക്ഷേ 10-12 കിലോമീറ്ററോളം റോഡില്ലാത്ത ഒരു ഗവി എന്ന് പറയുന്ന കൊടൈക്കനാലിലെ ഒരു സ്ഥലത്തെ പറ്റിയാണ് കാണിക്കുന്നത്. മലനിരകളുള്ള സ്ഥലങ്ങളാണ്, ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ഇവർക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് 12 കിലോമീറ്ററോളം, അതായത് ഒരു എന്താ പറയുക, ഒരു പെൺകുട്ടി പ്രസവിക്കാൻ ആ ബുദ്ധിമുട്ടിലേക്ക് ആകുമ്പോഴോ, ഓരോ അസുഖങ്ങൾ വന്നാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റി കൊണ്ടുപോകുന്നതിൽ അവരുടെ ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ കാണുന്ന ഒരു സ്ഥലങ്ങളുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകൾ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ വിടുതലൈ മൂവി കണ്ടതാണ്, അതേപോലത്തെ ഒരു മൂവിയാണ്. പക്ഷെ അത്രയും ബഡ്ജറ്റ് ഉള്ള ഒരു മൂവി ആയിട്ടല്ല ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഫീൽ ചെയ്യുകയും ഇതിവൃത്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രഗ്നൻ്റായ ലേഡിയെ അവർ പോകുമ്പോൾ ഇവർക്ക് റോഡ് വേണമെന്ന് പറഞ്ഞ് ഓരോ അധികാരികളോട് സംസാരിക്കുമ്പോൾ അതിലുണ്ടാവുന്ന പ്രതികാരവും ദേഷ്യവും തമ്മിലുള്ള ഒരു മൂവിയാണിത്. പക്ഷെ അത് ഭയങ്കര ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പുതുമുഖങ്ങളാണ് എല്ലാം ചെയ്തേക്കുന്നത്. ഒരുപാട് എന്താ പറയുക, ബഡ്ജറ്റുള്ള പടമല്ല, പക്ഷേ അത് എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ്. നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നല്ല പടമാണ്, നല്ല ഒരു സിനിമയാണ്. അതിലെ അഭിനയിച്ചിരിക്കുന്ന ഒരാൾ മാത്രമാണ് നമുക്ക് സുപരിചിതയായിട്ടുള്ളത്. അത് ഈ കുമ്പളങ്ങി നൈറ്റ്സിലെ സോബിൻ്റെ വൈഫായിരുന്ന ആശയായിരുന്നു. ഈ മൂവി കാണുകയാണെങ്കിൽ നമ്മൾ കണ്ണു നനയിക്കാതെ പോകില്ല. കാരണം വേറൊന്നുമല്ല, നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു മൂവി കൂടിയാണത്. കാരണം നമ്മൾ ഇന്ത്യ സ്റ്റേജിൽ തന്നെ ഒരു പഞ്ചായത്തിലേക്ക് പോകണമെങ്കിൽ 60 പറമ്പിക്കുളം അങ്ങനെ ആണ് പറഞ്ഞത്. ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞത് ഒരു 60 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വേണം ഒരു പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകാനായിട്ട്, റോഡില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ, വയനാട്, ഇടുക്കി, അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാട്, അത് തമിഴ്നാട് മൂവി ഈ ഗവി എന്നുള്ള സ്ഥലത്തോട് കഷ്ടപ്പാട് കാണിച്ചിട്ടാണ് ചെയ്യുന്നത്. ആദിവാസികളുടെ പ്രശ്നം പറയുക എന്നുള്ളതിലുപരി നല്ലൊരു മൂവിയാണ്, തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു മൂവിയാണ് ശരിക്കും ഗവി. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് ഇത് കണ്ടുകൊണ്ട് പുതിയൊരു എന്താ പറയുക, ഗവൺമെൻറ് കണ്ണിൽ പെടുത്താൻ പറ്റുകയും, അതുമാത്രമല്ല ഈ മൂവി കണ്ടുകൊണ്ട് ഒരു മാറ്റം വരുമെന്നൊന്നും തോന്നുന്നില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സിനിമകൾ കണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും എല്ലായിടത്തും ഉണ്ടാവേണ്ടതല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ മൂവി വളരെയധികം കണ്ടു നനയിക്കുന്നതും നമുക്ക് ത്രില്ലോടുകൂടി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണത്. അത് എല്ലാവരും നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഗവി എന്നൊരു മൂവി നിങ്ങളത് കണ്ടു നോക്കുക തിയേറ്ററിൽ. അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. താങ്ക് യു.